നമസ്കാരം. ആരുടെ കണക്കായിരിക്കും കറക്റ്റ് ആവുക? കേരളം എന്ന കമ്മ്യൂണിസ്റ്റ് തുരുത്തിന്റെ സംരക്ഷകനായി പിണറായി വിജയൻ മാറുമോ? വി ഡി സതീശൻ പ്രതീക്ഷിക്കുന്ന വിസ്മയ തരംഗം ഉണ്ടാകുമോ? BJP മാനം കാക്കുമോ? കോൺഗ്രസ് മുക്ത ഭാരതത്തിനായി എവിടെയെങ്കിലും പരിശ്രമം നടത്തിയിട്ടുണ്ടാകും? ന്യൂസ് അവർ പരിശോധിക്കും. കേരളത്തിൻ്റെ ഗതി മാറ്റുന്ന ഒരു തെരഞ്ഞെടുപ്പാണോ നടന്നത്? നാളെ വരാൻ പോകുന്നത് അത്തരം ഒരു തെരഞ്ഞെടുപ്പ് ഫലമാണോ? എങ്ങോട്ടാണ് മാറുക? എന്തുകൊണ്ട്? കേരളത്തിൻ്റെ ഗതി മാറും എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇതെൻ്റെ അഭിപ്രായമല്ല. ഞാനും ഞങ്ങളുടെ സംഘടനയിൽപ്പെട്ടിട്ടുള്ള പല ആൾക്കാരായിട്ടൊക്കെ ബന്ധപ്പെടുകയും പല ജില്ലകളിൽ നിന്ന് ഞങ്ങളുടെ ആൾക്കാരിൽ നിന്നൊക്കെ അഭിപ്രായം അന്വേഷിക്കുകയൊക്കെ ചെയ്തത്. അപ്പം ഞങ്ങളുടെ ആൾക്കാരെന്ന് പറയുമ്പോൾ എല്ലാ വിഭാഗം ഉണ്ടാവും. അധ്യാപകരുണ്ട്, അവിടെ തൊഴിൽ അവിടെ ജോലി എടുക്കുന്ന മറ്റുള്ള ആൾക്കാരുണ്ട്. അവിടുത്തെ അഭിപ്രായം മൊത്തത്തിൽ ഒരു മാറ്റം വരണം എന്നുള്ളതാണ് അഭിപ്രായം. അതോടൊപ്പം തന്നെ അവരൊരു വാക്കും കൂടെ പറയുന്നുണ്ട്: കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് പരുക്ക് പറ്റരുത്. അതിൻ്റെ അർത്ഥം ഞാൻ എന്താണെന്ന് വ്യക്തമായിട്ട് പറഞ്ഞുതരാം. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചിലപ്പോൾ ജയിക്കുമായിരിക്കും, ഇവർ പറഞ്ഞതല്ലല്ലോ നമ്മൾ എടുക്കുന്നത്. അപ്പോൾ അവർ പറയുന്നത് കോൺഗ്രസ് പാർട്ടി അല്ല UDF ജയിച്ചാലും ഒരു 5-10 സീറ്റിൻ്റെ മുൻതൂക്കം മാത്രവും CPMൻ്റെ ബേസ് അവിടെ നിലനിന്നുകൊണ്ട് തന്നെ, കാരണം ഇത് രണ്ടും സെക്കുലർ പാർട്ടികളാണ്, ആ നിലക്ക് ആ രണ്ടിനും പരിക്ക് പറ്റാൻ പാടില്ല എന്നുള്ള നിലക്ക് ആണ് അവർ ഇതിനെ കാണുന്നത്. അപ്പോൾ ആദ്യത്തെ ചോദ്യം, അപ്പോൾ അത് വളരെ വളരെ വ്യക്തതയോട് കൂട്ടിയിട്ട് ഞാൻ അതിന് മറുപടി പറഞ്ഞിട്ടുണ്ട്. ഇത് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമല്ല, അത് സംഘടനയുടെ അഭിപ്രായമല്ല, അതിലൊക്കെ പ്രവർത്തിക്കുന്ന ആൾക്കാരുടെ അഭിപ്രായം. അവരിപ്പോൾ ഒരു ചുരുക്കി പറഞ്ഞാൽ ഒരു പോളിനേറ്റ് നമുക്ക് എടുക്കാമല്ലോ. എല്ലാ വിഭാഗത്തിലും ആൾക്കാർ ഇത് ഉള്ളപ്പോൾ അവരോടൊക്കെ ഇന്നലെ തന്നെ ഞങ്ങളുടെ ജനറൽ ബോഡിയൊക്കെ ഉണ്ടായിരുന്നു, ആയിരക്കണക്കിന് ആൾക്കാരൊക്കെ പങ്കെടുക്കുന്നതാണ്. അപ്പോൾ അവിടെ നിന്നൊക്കെ അഭിപ്രായങ്ങൾ നമ്മൾ എടുക്കുകയാണ്. പല വീക്ഷണത്തിലുള്ള ആൾക്കാർ അതിലുണ്ട്. രണ്ടാമത്തെ ചോദ്യം അഭിജിത്ത് എന്താ ചോദിച്ചത്? 3 ചോദ്യം ചോദിച്ചല്ലോ. അല്ല, ഗതി മാറുമോ എന്നുള്ള ചോദ്യത്തിന് മാറും എന്ന് പറഞ്ഞു. എന്തുകൊണ്ടായിരിക്കും ആ മാറ്റം ഉണ്ടാവുക? ഒന്ന് കേരള ചരിത്രത്തിൽ തന്നെ എപ്പോഴും മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഈ 2 ഗ്രൂപ്പുകൾ തന്നെയാണ് നമുക്കറിയാം. 1952 തൊട്ടിട്ട് 52, 51, 50കളുടെ തുടക്കത്തിൽ തന്നെ നമുക്കറിയാം ഈ രണ്ടും വളരെ വ്യക്തമായിട്ട് ഗ്രൂപ്പായിട്ടുണ്ട്. 57 ആയപ്പോഴത്തേനും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ അധികാരത്തിൽ വരികയൊക്കെ ചെയ്തു. അപ്പോൾ ഈ 2 ഗ്രൂപ്പുകൾ UDFും LDFും തമ്മിലാണ് എപ്പോഴും ഏറ്റുമുട്ടലുണ്ടായിട്ടുള്ളത്. മൂന്നാമതൊരു കക്ഷി ഇവിടെ ഉണ്ടായിട്ടില്ല. അങ്ങനെ പിന്നെ പട്ടന്മാർ പറപ്പിച്ച കഥയൊക്കെ ഉണ്ടല്ലോ, നമുക്കറിയാലോ. അത് കാര്യമില്ല. അതുണ്ടായിരുന്ന PSPയുടെ കൂടെ ഒരു 18 MLA ഉണ്ടായിരുന്നു. അതുമാതിരി ജനതാദൾ പാർട്ടിക്ക് MLA-മാരൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും കാര്യമില്ല. മെയിനായിട്ട് ഈ കക്ഷികൾ നമ്മൾ കാണുന്ന CPI ഒരു ഭാഗത്തും, അല്ലെങ്കിൽ CPI ഒരു കാലഘട്ടത്തിൽ ഇവരുടെ കൂടെ കോൺഗ്രസിൻ്റെ കൂടെയൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ തിക്തഫലം അവർ പിന്നീട് അനുഭവിക്കേണ്ടി വന്നു എമർജൻസിക്ക് ശേഷം ഉണ്ടായിട്ടുള്ള ഇലക്ഷനിൽ. അപ്പോൾ ഈ ഗ്രൂപ്പുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് വന്നിട്ടുള്ളത്. അത് മാറി മാറി വന്നിട്ടുള്ളതാണ്. അതിനിപ്പോൾ ഒരു 2 ടേം ഇപ്പോൾ കൊടുത്തു കഴിയുമ്പോൾ നാച്ചുറലി ആൻറ്റി ഇൻകംബൻസി വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരു കാര്യമുണ്ട്. പിന്നെ ഇത് വ്യക്തിപരമായിട്ട് ഞങ്ങളുടെ സമുദായത്തിൽ നിന്നൊരു അഭിപ്രായം ഞാൻ പറയണം. ഈ വെള്ളാപ്പള്ളി ഫാക്ടർ ഇതിൽ വലിയൊരു ഫാക്ടറായി മാറിയിരിക്കുകയാണ്, പ്രത്യേകിച്ച് മലബാറിൽ. കാരണം അദ്ദേഹം ആദ്യം ഒരിക്കൽ ഇവിടെ വന്നിട്ട് നമ്മുടെ പയ്യനൊക്കെ ഇതിൽ വീണപ്പോൾ മനസ്സിലായില്ലേ, മറ്റുള്ളവരോരുത്തരെ നൗഷാദ് രക്ഷിക്കാനായിട്ട് ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിനെ പറ്റിയിട്ട് അദ്ദേഹത്തെ പറയാത്ത വാക്കുകളും, ഒരു മനുഷ്യനും അങ്ങനത്തെ വാക്കുകൾ പറയില്ല. അതിനുശേഷം ഇയാൾ മിണ്ടാതിരിക്കുന്നതിന് പകരമായിട്ട് ഇപ്പോൾ കുറച്ച് കാലമായിട്ട് ഇയാൾ പറയുന്നത് മുസ്ലിം തന്നെയാണ്. പിന്നെ വല്ല ക്രിറ്റിസിസം വരുമ്പോൾ ഉടനെ തന്നെ മാറ്റിയിട്ട് മുസ്ലിം ലീഗ് ആക്കുന്നു. അങ്ങനെ വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ പറയുന്നു. ആ വേണ്ടാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ തടുത്തിട്ടില്ല LDF എന്നുള്ള കാര്യം വസ്തുതയാണ്. അതാണ് ഇതിലൊരു മുഖ്യമായിട്ടുള്ളൊരു പ്രശ്നമായിട്ടുള്ളത്. അതിനെ തടുത്താൽ മതിയായിരുന്നു, അല്ലെങ്കിൽ അത് മിണ്ടാതിരിക്കാമായിരുന്നു. അതിന് മിണ്ടാതിരിക്കുന്നതിന് പകരം അതിനെ ഒരു തരത്തിൽ അതിനെ സ്വീകരിക്കുന്ന രീതിയിലുള്ള ഒരു നയം ഈ വെള്ളാപ്പള്ളി നടേശൻ എടുത്തിട്ടുണ്ട്. കുഴപ്പമില്ല, വെള്ളാപ്പള്ളി നടേശൻ അത്രയും ഭയങ്കരമായിട്ടൊരു സത്യസന്ധമായിട്ടൊരു CPM-കാരനാണെങ്കിൽ നമുക്ക് ആർക്കും വിരോധം ഉണ്ടായിരുന്നു. പക്ഷെ മറിച്ച് ഇയാൾ ഈ ഡബിൾ ഗെയിം കളിച്ചുകൊണ്ടിരിക്കുക. മകൻ അപ്പുറത്ത് നിൽക്കുക, ഇയാൾ ഇപ്പുറത്ത് നിൽക്കുക, പിന്നെ അയാൾ പോയിട്ട് അപ്പുറത്ത് പത്മഭൂഷൺ വാങ്ങുക, അങ്ങനത്തെ പണികളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ വളരെ പച്ചയായിട്ടുള്ള വർഗീയത പറയുമ്പോൾ അയാൾക്ക് അനുകൂലമായിട്ട് നിന്ന് ഞാൻ പറയൂല, അതിനെ എതിർക്കാതിരിക്കുക എന്നുള്ളത് തന്നെ അതൊരു വലിയൊരു മോശമായിട്ടുള്ളൊരു കാഴ്ചപ്പാടായിട്ടാണ് ഇവിടെ നമ്മുടെ മലബാറിൽ കണ്ടിട്ടുള്ളത്. മലബാറിൽ തെക്ക് കേരളയിലും കണ്ടു കാണുമായിരിക്കും. ഞാനതിനെ വർഗീയമായിട്ടൊന്നും കാണാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ അതൊരു മേജർ ഫാക്ടറാണ് ഇവിടെ. അതാണ് ഇതിലെ മുഖ്യമായിട്ടുള്ളൊരു ഭാഗം. രണ്ടാമത്തെ കാര്യം, നല്ല പ്രവർത്തനങ്ങൾ ഒരുപാട് ചെയ്തിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ്. അതിനെ പറ്റിയിട്ട് തർക്കമൊന്നുമില്ല. പക്ഷേ പൊളിറ്റിക്കലായിട്ട് മനസ്സിലായില്ല, അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ പോയി ഇടപെടുക.
മനസ്സിലായില്ലേ? പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞല്ലോ, ഈ വെള്ളാപ്പള്ളിയുടെ കേസ് മാത്രമല്ല അത്. പിന്നെ ഇപ്പോൾ ഇപ്പുറത്തെ ഭാഗത്ത് കുറച്ച് മുസ്ലിം പ്രീണനം ആയിക്കോട്ടെ, അതുമാതിരിയുള്ള പല പരിപാടികളൊക്കെ പോയി ഇടപെടുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇടപെടുമ്പോൾ സെക്കുലറായിട്ടുള്ള ആൾക്കാർക്ക്, എല്ലാ ഭാഗത്തും സെക്കുലർ ആൾക്കാരുണ്ടാവുമല്ലോ, ഹിന്ദുക്കളുടെയും ക്രിസ്ത്യാനികളുടെയും ഒക്കെ ഇടയിൽ. അപ്പോൾ അത് ഒരു ഇതായിട്ട് മാറി. അപ്പോൾ അങ്ങനെയുള്ള ചില പൊളിറ്റിക്കൽ മിസ്റ്റേക്കുകൾ അവിടെ വന്നിട്ടുണ്ട്. അല്ലാതെ ഭരണത്തിൽ വലിയൊരു അഴിമതിയാണെന്നോ അല്ലെങ്കിൽ വലിയൊരു ഭരണം ഒരു ഫെയിലിയറാണെന്നോ അങ്ങനെയൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. പക്ഷേ പൊളിറ്റിക്കലി ഇതൊരു ഫെയിലിയറാണ്. പ്രത്യേകിച്ച് നമ്മുടെ രാജ്യത്ത് ഞാൻ പറയട്ടെ, 50% ആൾക്കാർ പൊളിറ്റിക്കലി വോട്ട് ചെയ്യുമ്പോൾ 50% ആൾക്കാരെങ്കിലും മതപരമായിട്ടുള്ള വോട്ട് ചെയ്യണം. അതിൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കണക്കെടുക്കാമല്ലോ, BJPയുടെ 15% വോട്ടും മുസ്ലിമുകളുടെ ഒരു 15%, അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ അന്യരുടെല്ലാം കൂടെ ഒരു 15%, 50% വോട്ട് അത്തരത്തിലുള്ളതാകുമ്പോൾ അത് തീർച്ചയായിട്ടും ഇപ്പുറത്തെ 50%-നെ ബാധിക്കും. കണക്ക് വളരെ റഫായിട്ടുള്ള കണക്കാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം കൂടെ കൺസിഡർ ചെയ്യുമ്പോൾ ആണ് ഇവിടെ പരിക്ക് പറ്റിയിട്ടില്ല. പക്ഷെ അത് നമ്മുടെ ഒരു ഒപ്പീനിയനാണ്, അങ്ങനെയൊന്നും ആവണമെന്നില്ല. മറിച്ച് താങ്കളുടെ ഒരു പ്രഡിക്ഷൻ നാളെ നമുക്ക് കൃത്യം അറിയാം എങ്കിലും നേരത്തെ സൂചിപ്പിച്ച ഈ സംഘടനകളുമായൊക്കെയുള്ള ആശയവിനിമയത്തിൽ നിന്ന് ലഭിച്ച കണക്ക് തന്നെയാണ് എന്ന് എനിക്ക് കരുതാമോ? അതായത് UDF-ന് 75, LDF-ന് 65, NDA-ക്ക് സീറ്റില്ല, അങ്ങനെയാണോ? അല്ല, NDA-ക്ക് ഒരു കുറച്ച് 2, 3, 4 സീറ്റ് കിട്ടും എന്നുള്ളതൊക്കെ നമ്മൾ അംഗീകരിച്ചല്ലേ പറ്റുള്ളൂ. നമുക്ക് ഇരുന്നിട്ട് അവർക്കൊരു സീറ്റും കിട്ടണ്ട, അവർ അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ പാടില്ല എന്നൊന്നും നമുക്ക് പറയാൻ പാടില്ല. അങ്ങനെയല്ല. അപ്പോൾ അത് ഞാൻ പറഞ്ഞല്ലോ, അതുകൊണ്ടാണല്ലോ ഈ 15 ബെഞ്ചൊക്കെ അങ്ങോട്ടും കൂടെ ആക്കിയിട്ട് പറയാനുള്ള കാരണം. അപ്പോൾ 60-ൽ കൂടുതൽ ഇടതുമുന്നണിക്കും 70-ൽ കൂടുതൽ UDF-നും ലഭിക്കും. ഇതിനിടെ NDA-ക്ക് ഏതാനും സീറ്റുകളും ലഭിക്കും. അതാണ് താങ്കളുടെ പ്രഡിക്ഷൻ. അതാണ് എൻ്റെ പൊളിറ്റിക്കൽ ആയിട്ടുള്ള എൻ്റെ അനാലിസിസ്, കോൺസ്റ്റിറ്റ്യുവൻസി വൈസ്, പൊളിറ്റിക്കൽ വൈസ് ആൻഡ് ഓൾസോ കമ്മ്യൂണിറ്റി വൈസ്. അതാണ് ഞാൻ കമ്മ്യൂണിറ്റി വൈസും പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങനെയാണെങ്കിലേ പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുകൂടി പറഞ്ഞതിനെ വ്യാഖ്യാനിക്കാം. ശ്രീ ഫസൽ ഗഫൂർ, ഇപ്പോൾ LDF ജയിച്ചാൽ, ഞാൻ പറഞ്ഞു നമ്മളൊക്കെ പ്രവചിച്ചത്, നിങ്ങളെല്ലാവരും പ്രവചിക്കുന്നതും അല്ലെങ്കിൽ കണക്കുകൂട്ടലുകൾ വിശകലനത്തിലൊക്കെ UDF ജയിക്കുന്ന സാഹചര്യമാണ്. അതിൽ സീറ്റ് എണ്ണത്തിൽ വ്യത്യാസമുണ്ട്. തിരിച്ചാണ് സംഭവിക്കുന്നത്. നമുക്കറിയാം LDF ജയിച്ചാൽ എല്ലാ ക്രെഡിറ്റും പിണറായി വിജയനായിരിക്കും. അദ്ദേഹം ഇതുവരെ സ്വീകരിച്ച സമീപനങ്ങൾ, രീതികൾ, ശൈലികളൊക്കെ അതേപടി തുടരാനുള്ളൊരു മാൻഡേറ്റായി അത് സാധാരണഗതിയിൽ വ്യാഖ്യാനിക്കപ്പെടും. തോറ്റാൽ ഈ ഉത്തരവാദിത്തം അത്രയും പിണറായി വിജയൻ ഉണ്ടാവില്ലേ? അതിൽ തർക്കമൊന്നുമില്ലല്ലോ. അതായത് തോറ്റിട്ടുണ്ടെങ്കിൽ പരാജയത്തിൻ്റെ ഇത് വരേണ്ടി വരും. ഇത് ജയിച്ചാൽ അപ്പോൾ എത്ര മാർജിന് ജയിക്കുന്നു എന്നുള്ളത് കൂടെ ഒരു വിഷയമായി വരില്ലേ? ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു 2 സീറ്റ് മാറാം. ഉമ്മൻചാണ്ടി രണ്ടാം ഭരണത്തിൽ വന്നപ്പോൾ 2 സീറ്റിൻ്റെ മെജോറിറ്റി ഉള്ളൂ. അപ്പോൾ അതിനർത്ഥം ഉമ്മൻചാണ്ടി മോശപ്പെട്ട നേതാവെന്നോ അല്ലെങ്കിൽ വളരെ ഉയർന്ന നേതാവെന്നൊന്നുമില്ല. അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ അതൊരു സംഭവമാണ്. ജ്യോതി ബാസു ഇതുമായി തന്നെ 7 തവണ ജയിച്ചിട്ടുണ്ട്. നരേന്ദ്രമോദി ഇതുവരെ എവിടെയും തോറ്റിട്ടില്ല. അപ്പോൾ ആ തരത്തിലുള്ള കൂട്ടത്തിലുള്ള പലരും ഉണ്ട്. അതുമാതിരിയുള്ള ഇന്ത്യ രാഷ്ട്രീയത്തിൽ പലരും ഉണ്ട്. അപ്പോൾ ഇത് പക്ഷേ വളരെ നിർണായകമായിട്ടുള്ള കാര്യമാണ്. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, നമ്മുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 1957 അത് റഫായിട്ട് പറയാൻ കേട്ടോ, ഒരു 33% വോട്ടുണ്ട്. കോൺഗ്രസിന് 1-2% കൂടുതലാണ് ഉണ്ടായിട്ടുള്ളൂ. കോൺഗ്രസിൻ്റെ വോട്ട് കുറഞ്ഞു പോയിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 30 താഴത്തോട്ട് പോയിട്ടുണ്ട്. അതേസമയം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വോട്ട് നിലനിർത്തുന്നുണ്ട്. അപ്പോൾ നിലനിർത്തുന്ന അതിൻ്റെ അർത്ഥം അതിൻ്റെ കാഡർ ബേസിലൊന്നും അല്ലെങ്കിൽ പാർട്ടിയിൽ വലിയ പരിക്ക് പറ്റിയിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം, എങ്ങനെ വരണമെങ്കിൽ അവർ ജയിക്കുകയാണെങ്കിൽ. പക്ഷേ അതിൻ്റെ നിഷ്പക്ഷമായിട്ടുള്ള വോട്ടർ, അതായത് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള വോട്ടർ എന്ന് പറഞ്ഞിട്ട് വോട്ടറിന് എല്ലാവരും ഇവിടെ വർഗീയമായിട്ടൊക്കെ അല്ലെങ്കിൽ പാർട്ടി വൈസായിട്ടൊന്നുമല്ല, അവർക്ക് അവരുടേതായിട്ടുള്ള തലച്ചോറും ബുദ്ധിയൊക്കെ ഉള്ള ആൾക്കാരാണല്ലോ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അത് വ്യത്യസ്തമായിട്ട് തന്നെ നമ്മൾ കാണേണ്ടതായിട്ട് വരും. ഈ തരത്തിലുള്ള ഒരു ചേഞ്ച് വരുമ്പോൾ ഏതായാലും അതിൽ വേറൊരു കാര്യം കൂടെ ഞാൻ പറയാൻ, ഇന്നത്തെ ഒരു കാര്യം കൂടെ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുകയാണ് അതിനെ പറ്റിയിട്ട്. അവേക്ക് കേരള എന്നൊരു കളക്റ്റീവ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ആ കളക്റ്റീവിൽ എനിക്ക് തോന്നുന്നു ഒരുവിധപ്പെട്ട സച്ചിദാനന്ദൻ തൊട്ടിട്ട് ഖദീജ മുംതാസ് തൊട്ടിട്ട് അങ്ങനെയുള്ള റഫീഖ് അഹമ്മദ് തൊട്ടിട്ടുള്ള എല്ലാ കമ്മ്യൂണിസ്റ്റ്, ഇവരെല്ലാവരും കമ്മ്യൂണിസ്റ്റ്, സെബാസ്റ്റ്യൻ പോൾ മാത്രമല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് സഹചാരിയായിട്ടുള്ളത്, മറിച്ച് ഇവരെല്ലാവരും അതായത് അവർ ഇത് തന്നെ പറയുന്നതേ, ഈ വർഗീയ ശക്തികൾ എന്തിനു പ്രീണിപ്പിക്കുന്നു, പ്രത്യേകിച്ച് വെള്ളാപ്പള്ളി നടേശനെ എന്തിനു പ്രീണിപ്പിക്കുന്നു. അവിടെ ഞാൻ ഫസൽ ഗഫൂറിനോട് ഒരു സംശയം ചോദിച്ചോട്ടെ. നമുക്കറിയാം കോൺഗ്രസ് ഏത് നിലയിലാണ് ഈ സമുദായ സംഘടനാ നേതാക്കളെ കൈകാര്യം ചെയ്തിട്ടുള്ളത് എന്ന്. ഇപ്പോൾ അയ്യപ്പ സംഗമത്തിൻ്റെയൊക്കെ സമയത്ത് NSSൻ്റെ സമീപനവും നിലപാടും കണ്ടതാണ്. വെള്ളാപ്പള്ളി നടേശൻ ദീർഘനാളായി തുടരുന്ന ഈ സമീപനം കാണുന്നതാണ്. അധികാരത്തിലെത്തിയാൽ
വെള്ളാപ്പള്ളി നടേശൻ്റെ ഈ വർഗീയ പ്രസ്താവനകളെ ഒന്നും ഈ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് മത്സരിക്കുന്നവരടക്കമുള്ള പലരും തള്ളി പറഞ്ഞിട്ടില്ല എന്നോർക്കണം. കോൺഗ്രസിൻ്റെ സമീപനത്തിൽ, കോൺഗ്രസിൻ്റെ നേതാക്കളുടെ സമീപനത്തിൽ എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ എന്ന് കേരളത്തിലെ ജനതയ്ക്ക് പ്രതീക്ഷിക്കാമോ? അല്ല, അത് ഞാൻ പറയാം. കോൺഗ്രസ്സിൽ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ കോൺഗ്രസ്സിൽ മുഖ്യമായിട്ടുള്ള നേതാക്കന്മാർ എന്ന് പറയുന്ന, പ്രത്യേകിച്ച് ഇതിലെ നായർ നേതാക്കന്മാർ കൂടുതലായിട്ട് NSSൻ്റെ അടുത്ത് പോകാറുണ്ട്. അതിൽ യാതൊരു തർക്കവുമില്ല. ഇവരെല്ലാവരും അവിടെ പോകാറുണ്ട്. അത് ഏത് കിടങ്ങൂറിൻ്റെ കാലഘട്ടത്തിലും പോയിട്ടുണ്ട്, സുകുമാരൻ നായരുടെ കാലഘട്ടത്തിലും പോയിട്ടുണ്ട്, നാരായണ പണിക്കരുടെ കാലഘട്ടത്തിൽ. ഞാൻ ഓർമ്മയുള്ള കാര്യങ്ങൾ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് അവരുടെ ഒരു ശൈലിയാണ്. ഇത് കമ്മ്യൂണിസ്റ്റ് ശൈലി അല്ലല്ലോ. അത് കമ്മ്യൂണിസ്റ്റ് ശൈലി വ്യത്യസ്തമാണ്. അവിടെ ഞാൻ പറയട്ടെ, ശ്രീ പിണറായി വിജയൻ വല്ലപ്പോഴും NSSൻ്റെ അവിടെ പോയിട്ടുണ്ടോ? അദ്ദേഹം ഇപ്പോൾ അല്ല പെരുന്നാൾ പോയിട്ടില്ലല്ലോ. പക്ഷേ അദ്ദേഹം ഇപ്പോൾ സുകുമാരൻ നായർ സുഖമില്ലാതെ കിടന്നപ്പോൾ അദ്ദേഹം സന്ദർശിച്ചു എന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത് തെറ്റൊന്നുമില്ലാന്നേ. അപ്പോൾ പക്ഷേ അനാവശ്യമായിട്ട് അപ്പോൾ കോൺഗ്രസ് പോകും. കാരണം അതൊരു സാമുദായിക കോയിലീഷനാണ് നയിക്കുന്നത്. കോൺഗ്രസ് പാർട്ടി കുറേ 1960-കൾ തൊട്ടിട്ട് അത് EMS നയിച്ചല്ലോ ഒരു കാലത്ത്. ആരും മാറി നിന്നിട്ടില്ല. 1994 മിനിസ്ട്രിയിലും മറ്റേ ലീഗ്, അഖിലേന്ത്യാ ലീഗ് ഉണ്ടായിരുന്നു. അവർ പക്ഷേ ഇത്ര സ്ഥിരം സന്ദർശിക്കുകയും അവർ പറയണ കേൾക്കണ സ്വഭാവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കില്ല. അതായത് കമ്മ്യൂണിസ്റ്റ് MLA-മാരായിരിക്കും. വെള്ളാപ്പള്ളി നടേശൻ സ്വീകരിച്ച കടുത്ത മുസ്ലിം വിരുദ്ധത എന്നൊക്കെ പറഞ്ഞാൽ ചെറുതാണ്, സമീപനത്തിനെതിരായുണ്ടായ ജനവികാരത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അധികാരത്തിലേക്ക് വന്നാൽ വരുന്ന UDF നേതാക്കൾക്ക് വെള്ളാപ്പള്ളിയെ തള്ളി പറയണ്ട, ആ നിലപാടുകളെ ഉറക്കെ കേരളത്തിന് കേൾക്കാവുന്ന തരത്തിൽ തള്ളിപ്പറയാനുള്ള ബാധ്യതയില്ലേ? അതവർ ചെയ്യുമോ? അല്ല, അത് VD സതീശൻ ഓൾറെഡി ചെയ്തിട്ടുണ്ടല്ലോ. മനസ്സിലല്ലേ? ഒന്ന്. രണ്ട്, നമ്മുടെ വേണു മറ്റേ അദ്ദേഹം 2 തവണ സതീശൻ ഇയാളെ വെള്ളാപ്പള്ളി തോൽപ്പിക്കാൻ ശ്രമിച്ചില്ലേ അദ്ദേഹത്തെ? പിന്നെ വെള്ളാപ്പള്ളി നടേശൻ മുസ്ലിങ്ങൾ മാത്രമല്ല ചീത്ത പറയുന്നത്, അദ്ദേഹം എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറയണം. ഒരിടക്ക് പറഞ്ഞാൽ മുസ്ലിങ്ങൾ ഇവിടെ മതപരിവർത്തനം നടത്തുന്നൊന്നുമില്ല, ഇവിടെ പരിവർത്തനം നടത്തുന്നത് ക്രൈസ്തവരാണ്. FCRAയുടെ വിഷയം വന്നപ്പോൾ എന്താ പറഞ്ഞാൽ ആ പണമൊക്കെ അത് അവർക്കാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ഒരാളെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു തൊട്ടുകൂടാത്ത തീണ്ടിക്കൂടാത്ത ഒരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തോട് എടുക്കണം. അവരിത് എടുക്കുന്നതിന് പറയും. വെള്ളാപ്പള്ളി എടുത്ത് അധികം കോൺഗ്രസ്സുകാരൊന്നും പോകാറില്ല കേട്ടോ, അത് പറഞ്ഞുതരാം. കോൺഗ്രസ്സുകാർ കൂടുതൽ പോകുന്നത് NSSൻ്റെ അടുത്തും കത്തോലിക്ക സഭയുടെ അടുത്തുമാണ്. പലപ്പോഴും കത്തോലിക്ക സഭയുടെ കാൻഡിഡേറ്റും നമുക്കറിയാലോ എന്താണ് പറയുക, താക്കോൽ സ്ഥാനം എന്നോ എന്ത് വാക്ക് ഉപയോഗിച്ചാലും വേണ്ടില്ല, ആ തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ NSSൻ്റെ ഇടം. പക്ഷേ CPM അധികാരത്തിൽ വരുമ്പോൾ അവരത് ചെയ്തിരുന്നില്ലെന്ന്. അവരിപ്പോൾ എന്തിനത് ചെയ്തു തുടങ്ങിയെന്നാണ് ഞാൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ചെയ്യാത്തൊരു കാര്യം, ഇവരുടെ അടുത്ത് പോകാത്തൊരു കാര്യം, ഈ രീതിയിൽ പോകാത്തൊരു കാര്യം, വോട്ടൊക്കെ ചോദിച്ചു പോകാമല്ലോ എല്ലാവർക്കും, അത് എന്തിനു ചെയ്തു എന്നാണ് ഇപ്പോൾ ഈ പാനലിലിരിക്കുന്ന എല്ലാവരും ഇത് തന്നെ ഈ ചോദ്യം തന്നെയല്ലേ ചോദിക്കുന്നത്. അപ്പോൾ കോൺഗ്രസ്സുകാർ പോകുന്നുണ്ടോ, ഇല്ല പാണക്കാട് പോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ അത് പോവും. ബിക്കോസ് അതൊരു കൊയിലീഷൻ അങ്ങനത്താണ്. അത് എന്താ നമ്മൾ പറയുക, മതമല്ല, അത് ആക്ച്വലി സാമുദായിക